ഞാന് ഒരു CPM അനുഭാവിയാണ്. ആ എന്റെ പൊന്നു മോനെ, ഇവർ ഈ കാണിക്കുന്ന തെണ്ടിത്തരത്തിന് ഒരു മറുപടിയില്ല. പോരാഞ്ഞിട്ട് അതുപോലെ എനിക്ക് 21 വയസ്സുള്ള ഒരു മോളുള്ള അപ്പനുമാണ്. ഞാൻ ഒറ്റ മോളേ ഉള്ളൂ. എന്റെ കുഞ്ഞ് വൃത്തിയായിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നോക്കുക എന്നുള്ള കടമ എന്റെ ഭാര്യയുടെവാ. എന്റെ കുഞ്ഞ് അവിടെ നഗ്നത മറച്ചു പോകണമെന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ്, അല്ലെ അവിടെ അമ്മയാണ്. ഇങ്ങനെ കയറഴിച്ച് കഴുത്തേടെ കയറഴിച്ച് കണ്ണാടിയെ പറമ്പി വിടുന്ന മാതിരി വിട്ടു കഴിഞ്ഞാല് ഇതല്ല ഇതിന്റെ അപ്പുറവും കേൾക്കേണ്ടി വരും. പിന്നെ ഈ കൊച്ചനെ ഇവര് മനഃപൂർവ്വം നശിപ്പിക്കുക. എന്റെ ഒരു വ്യക്തിപരമായ ഒരു ഒപ്പീനിയനാണ്. ഒരു പക്ഷെ ഈ റിനി എന്ന് പറയുന്ന പെണ്ണ് അവനെ ആഗ്രഹിച്ചു കാണും. അവനെ കിട്ടാതെ വന്നു കഴിഞ്ഞപ്പോ അവള് ഈ പരിപാടിയുമായിട്ട് ഇറങ്ങി. അതിന് ഫുള്ള് സപ്പോർട്ട് VD സതീശന്റെ ഉണ്ട്. കാരണം നമ്മുടെ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ജനകീയനായിരുന്ന നേതാവിനെ തകർക്കാൻ വേണ്ടിയിട്ട് അന്ന് സപ്പോർട്ട് ചെയ്ത വ്യക്തിയാണ് ഈ രമേശ് ചെന്നിത്തല. എന്റെ ജ്യേഷ്ഠന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. ഒന്നിച്ച് കോളേജിൽ പഠിച്ചതാണ്. പമ്പ കോളേജിലും NSS കോളേജിലും ഒന്നിച്ച് പഠിച്ചതാണ്. ഒരേ ക്ലാസ്സില് ഒരേ ബെഞ്ചിൽ നിന്ന് പഠിച്ചവരെ ഇവർ രണ്ടുപേരും. എനിക്ക് വ്യക്തിപരമായിട്ട് ഇവനെ അറിയാവുന്ന. ഇവനെ പോലൊരു ചെറ്റ എന്റെ കർത്താവേ ലോകത്തിൽ ആ ഒരു നേതാവും ഉണ്ടാവരുത് എന്നുള്ള പ്രാർത്ഥന മാത്രമുള്ള എന്റെ കുഞ്ഞ് എനിക്ക് പറയാനുള്ളത്. ഇത് ഇത്രയും പറഞ്ഞില്ല എന്റെ പൊന്നു കുഞ്ഞെ, മനസ്സിനൊരു സമാധാനം ഉണ്ടാകത്തില്ല. കമ്മ്യൂണിസ്റ്റ് അനുഭാവിയാണ്, CPIM-യുടെ അനുഭാവിയാണ്, അത് ഞാൻ അംഗീകരിക്കുന്നു. പക്ഷെ ഇവനെ പോലൊരു ചെറ്റ മുഖ്യമന്ത്രി ഒരു പാർട്ടിയും ലോകം കണ്ടിട്ടില്ല, ഇനിയും കാണുകയില്ല. ഇവനെ എന്നേക്കുമായിട്ട് അടിച്ച് 16 അടിയന്തരം നടത്തി ഇറക്കി വിടണം എന്നുള്ള ഒരൊറ്റ അഭിപ്രായമുള്ളൂ എനിക്ക്. എന്നാൽ ഞാൻ ചോദിക്കും, നിങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ടോ കേരളത്തിൽ? ഇല്ല കുഞ്ഞ്, ഞാൻ വോട്ട് ചെയ്തിട്ടില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ ഡൽഹി സെറ്റിൽഡ് ആണ്. ഞങ്ങൾ നാട്ടിൽ വരുമ്പോൾ വോട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഞങ്ങൾക്ക് ഇവിടെ ഉള്ള വോട്ട്, അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ മാത്രമേ വോട്ട് ചെയ്തിട്ടുള്ളൂ. എന്റെ സ്വദേശം തിരുവല്ലയാണ്. അതായത് ഈ ജനങ്ങളെല്ലാം ഇത്തവണ ഈ പറഞ്ഞ പോലെ ഒരു ഭരണമാറ്റം ആഗ്രഹിച്ചിരിക്കുമ്പോൾ ഈ നാണം കെട്ടവന്റെ ഈ പ്രവൃത്തി കൊണ്ടല്ലേ സത്യം പറഞ്ഞാല് ആ ഒരു സാധ്യത തന്നെ ഈ സതീശന്റെ ഈ പ്രവൃത്തി കൊണ്ട് ഇല്ലാതാക്കിയില്ലേ? അതിന് കാരണക്കാരൻ സതീശൻ ഇവരിൽ നിന്ന് കോടിക്കണക്കിന് രൂപ വാങ്ങിയിട്ടുണ്ട്. അതും കൊണ്ടാണ് അവനിപ്പോ ദുബായി പോയേക്കുന്നത്. ആ ദുബായി പോയത് ഈ പിണറായി വിജയന്റെ മകനെ കാണാൻ വേണ്ടി മാത്രമാണ്. തന്ത ഇവിടുന്ന് മോനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, എടാ അതുപോലെ വീഡിയോ വരുന്നുണ്ട്, അവന് വേണ്ടിടത്തോളം അവന്റെ അക്കൗണ്ടിലേക്ക് ഇത് ചെയ്തേക്കാൻ. അത് മേടിക്കാൻ ആ ഞെളിഞ്ഞു കെട്ടി പാൻറ്റും ഒക്കെ ഇട്ടുകൊണ്ട് മുണ്ട് കൊടുത്തോണ്ട് നടന്ന തെണ്ടിയൊക്കെ പാൻറ് ഇട്ടുകൊണ്ട് എയർപോർട്ടിൽ കൂടെ കടക്കുന്ന കാണുന്നത് എന്തോ സ്റ്റൈലിലാ പോകുന്ന, പെട്ടിയും തള്ളിക്കൊണ്ട്. നാണം ഉളുപ്പുണ്ട് ഈ VD സതീശന്. ഇവൻ തോക്കണം അവിടെ. ഇവനും തോക്കണം, രമേശും തോക്കണം. ഇവരെ രണ്ടുപേരും തോപ്പിച്ചിട്ട് ഇവന്മാരെ ഒക്കെ 14 അടിയന്തരം വെച്ച് കോൺഗ്രസിൽ നിന്ന് എടുത്ത് പുറത്ത് കളഞ്ഞിട്ടില്ല എങ്കിൽ ഈ യുവ നേതാക്കളായ ഷാഫി പറമ്പിലാണേലും ഈ മാങ്കൂട്ടമാണെങ്കിലും അച്ചൂമ്മനാണേലും അതുപോലെ നമ്മുടെ വിഷ്ണുനാഥ് ആണേലും ഇങ്ങനെയുള്ള കുറെ ചെറുപ്പക്കാര് പാർട്ടിയിലേക്ക് കടന്നു വരികയും അവര് നല്ല രീതിയിൽ ഈ പാർട്ടിയെ ഒരു പുതിയ കേരളം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് മുമ്പോട്ട് വന്നാൽ ഏറ്റവും ഉത്തമമായിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ നമ്മുടെ ശ്രീലങ്കയൊക്കെ കഷ്ടമായിരിക്കുന്ന കേരള സംസ്ഥാന സർക്കാരാണ്. ഇവര് പറയുമ്പോ ഒരുപാട് വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഒരു മണ്ണാങ്കട്ട ഇവര് ചെയ്യുകയില്ല. ഇവിടുത്തെ ഭാഷയെ പറയുകയാണെങ്കിൽ ഇവനൊക്കെ മർജാബി സബ്സെ ബെസ്റ്റ് എന്ന് പറയാം ഞങ്ങൾ. ഇത്രയും പറയാൻ വേണ്ടി ഞാൻ കുറെ ദിവസം കൊണ്ട് ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ എനിക്ക് കിട്ടുന്നില്ല. 24 മണിക്കൂർ ഇതുപോലെ കോളാ. കാരണം ലോകമെമ്പാടും ആളുകള് പ്രതികരണം അറിയിക്കാൻ വേണ്ടി വിളിക്കുന്നു. അതിനകത്ത് ഒരു 10% കോൾ പോലും നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുന്നില്ല. അത്രയും ജനങ്ങൾ ആവേശത്തോടെയാണ് ഈ വിഷയത്തിൽ വിളിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ വലിയൊരു ഓട്ടോറിക്ഷക്കാരനുമാണ്. അവര് വലിക്കുന്നതിലും എനിക്ക് ഒരുപാട് സന്തോഷം കേട്ടോ. അല്ല, നമ്മൾ പറയുന്നത് യാഥാർത്ഥ്യമല്ലേ? തീർച്ചയായിട്ടും. കേൾക്കുമ്പോൾ ആദ്യം ഒരു ബുദ്ധിമുട്ട് തോന്നിയാലും പറയുന്നത് യാഥാർത്ഥ്യമല്ലേ? അന്നു അതിനകത്ത് 99.9% മാറ്റിയിട്ട് 0.1% പോലും അതിനകത്തൊരു കളങ്കമില്ല.
100% കറക്റ്റായ കാര്യങ്ങളാണ് പറയുന്നത്. ഊളിയാസിന്റെ ആണേലും ഇപ്പോഴത്തെ കാതോലിക്കയുടെ ആണേലും ഇതിനു മുമ്പുണ്ടായ ആ ചത്തുപോയ അങ്ങേരുടെ ആണേലും ഇവരുടെ ഒക്കെ പറയുന്നത് സത്യം. ഇതിനു മുമ്പ് വേറൊരുത്തനുണ്ട് ഇവിടെ കൊണ്ട് കുഴിച്ചിട്ടേക്കുന്നത്, ഇവിടെ ആ ശാസ്താംകോട്ടയിൽ. അങ്ങേര് പറഞ്ഞതല്ല, യുവാക്കളെല്ലാം ആത്മഹത്യാ സ്കോഡാണ്. എടാ തെണ്ടി, വെല്ലോന്റെയും അവന്റെ ആ പൂർവികന്മാർ സമ്പാദിച്ച സ്വത്ത് നിനക്കൊക്കെ തന്നെയാണ്. കർത്താവ് പറഞ്ഞിട്ടുണ്ടോ? കർത്താവിന്റെ അപ്പസ്തോലന്മാര് കാണിച്ച വഴി എന്താ? ഉണ്ടായിരുന്നതെല്ലാം വിറ്റിട്ട് ദരിദ്രർക്ക് കൊടുക്കായിരുന്നു അവര് ചെയ്ത്. അല്ലാതെ ഇവരുടെ കൂട്ട് അടുക്കി പെറുക്കി നെഞ്ചത്തോട്ട് കയറ്റി വെക്കുക. എങ്ങനെയായിരുന്നു ഇവന്റെയൊക്കെ അമ്മയുടെ 16 അടി നിറഞ്ഞു ചെയ്യാൻ? ഇതൊക്കെ ഇങ്ങനത്തെ കുറെ ഈ ഓണത്തിന്, അതായത് ഇപ്പൊ ഓണം ആഘോഷിക്കുക, അന്നേരം ഈ തേൻകണി ഒരുക്കിയിട്ട് ഈ സതീശനും നമ്മുടെ ഈ നാണംകെട്ട രമേശനും KC വേണുഗോപാലും ഒക്കെ ഇരുന്ന് ഓണം ഞണ്ണാൻ വേണ്ടി റെഡി ആയിരിക്കും. ഈ നാണംകെട്ടന്മാരോട് പറയാൻ ഈ ഓണദിനത്തിൽ അച്ഛനെന്താ അല്ല, ഇന്നലത്തെ ഒരു ചാനലിനകത്ത് ഞാൻ കണ്ടായിരുന്നു, VD സതീശനും പിണറായി വിജയനും കൂടി ഇരുന്നുകൊണ്ട് ഞണ്ണുന്നത്. ഏതോ ഒരു ചാനൽ, ഏത് ചാനലാണ് എന്റെ പൊന്നു കുഞ്ഞ്, ഞാൻ ഓർക്കുന്നില്ല. ഞങ്ങളാണത് കൊടുത്തത്. ഏതോ ഒരു ചാനലിനകത്ത്, ഞാൻ TV-യിലല്ല, മൊബൈലിനകത്ത്, ഇതിനകത്താ കണ്ടത്. ഈ നമ്മുടെ ഈ ഇതിനകത്താ കണ്ടത്. അതായത് ഈ പറയുന്ന പോലെ ഒന്ന് അവന്റെ അണികള് അവിടെ ഇട്ട് ഈ പോലീസ് സ്റ്റേഷനിൽ കുനിച്ചു നിർത്തിയിട്ട് ഇടിക്കുമ്പോൾ, അണികള് ജയിലിൽ കിടക്കുമ്പോൾ കൂടെ ഉള്ളവനെ ഇതേപോലെ കള്ളക്കേസ് എടുക്കാൻ ക്രൈംബ്രാഞ്ചിൽ എടുക്കുമ്പോ പിണറായിയുടെ അടുത്തിരുന്ന് സദ്യ നക്കി 5 വിരലും നക്കുന്ന വിരൽ ഊമ്പല് കണ്ടു കഴിഞ്ഞാൽ, ഈ ഇംഗ്ലീഷ് ബ്ലൂ ഫിലിമില്, ഞാൻ ഗൾഫ് ജോലി ചെയ്തുകൊണ്ട് ഇംഗ്ലീഷ് ബ്ലൂ ഫിലിമില് ഒക്കെ വൃത്തികെട്ട റാസ്കലുകൾ, ഇവനെയൊക്കെ തല്ലിക്കൊന്ന്. എന്റെ പൊന്നു കുഞ്ഞെ, കഴിയുമെങ്കിൽ നിങ്ങൾ ഇവർക്കെതിരെ ഈ ഇലക്ഷൻ പ്രഖ്യാപിക്കുമുണ്ടല്ലോ, ഇവന്റെ ഒക്കെ തൊലി ഉരിക്കത്തക്ക രീതിയിൽ എന്തെങ്കിലും ഒരു സീക്രട്ട് കിട്ടുവാണെങ്കിൽ അത് അപ്പത്തന്നെ പബ്ലിസിറ്റി ചെയ്യണം. ഈ ഓണദിനത്തിൽ ഇവനോടൊക്കെ, ഈ നാണംകെട്ടന്മാരോട് ശരിക്കും ജനങ്ങളുടെ, അതായത് ഒരു മലയാളികളുടെ അല്ലെ പ്രതിനിധി എന്ന നിലയ്ക്ക് എന്താ പറയാനുള്ളത്? എനിക്ക് പറയാനുള്ള, ഇവനൊക്കെ ഒരു മഗ്ഗിനകത്ത് വെള്ളം എടുത്തിട്ട് അതിനകത്ത് മുങ്ങിച്ചാവുക. ബക്കറ്റിനകത്തല്ല, മഗ്ഗിനകത്ത്. കഴിയുമെങ്കിൽ അതിനകത്ത് ഈ തെണ്ടിയൊക്കെ മുങ്ങിച്ചാവണം. രമേശും ഈ VD സതീശനും ഇപ്പോഴത്തെ ഒരു KPCC പ്രസിഡന്റ്, നല്ല തന്റെയോടും ചങ്കുറപ്പും തന്തയ്ക്ക് പറഞ്ഞവനുമായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അയക്കൊരു പക്ഷേ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കില്ല എന്ന് ഞാൻ പറയത്തില്ല, ഉണ്ടായെന്ന് പോലും അയാളാണ് അസൽ തന്തയ്ക്ക് പറഞ്ഞ KPCC പ്രസിഡന്റ്. കേരളം കണ്ടതിൽ വെച്ചിട്ട്, വയലാർ രവിക്ക് ശേഷം കേരളം കണ്ടതിൽ വെച്ചിട്ടുള്ള തന്തയ്ക്ക് പറഞ്ഞൊരു KPCC പ്രസിഡന്റ് ഉണ്ടായിരുന്നെങ്കിൽ അത് സുധാകരൻ മാത്രമേ ഉള്ളൂ. അങ്ങേര് വേണമായിരുന്നു ഇപ്പൊ KPCC പ്രസിഡന്റ്. ഈ രാഹുൽ അവനെ കൊള്ളാം. നമ്മുടെ ധൂവക്കുറ്റി വീശാന് പള്ളിയിലെ വിശ്വാസ പ്രമാണം ചൊല്ലാനും കൊള്ളാം, അല്ല മറ്റൊന്നിനും അരമനക്കിങ്ങിണി അല്ലേ? അരമനക്കിങ്ങിണി. ഓട്ടെ മക്കളെ, വിളിച്ചാൽ ഒരുപാട് സന്തോഷം. സംസാരിക്കാൻ പറ്റിയാലും ഞാന് ഒരു 2 വർഷമായിട്ട് നിങ്ങളുടെ ചാനൽ സ്ഥിരം കാണുന്ന ഞാനും എന്റെ ഭാര്യ എന്റെ മോളും, ഞങ്ങളുടെ ഏറ്റവും വലിയ ഒരു വീക്ക്നെസ് ആണ് സുനിൽ. ഒത്തിരി സന്തോഷമുണ്ട് മക്കളെ വിളിച്ചേക്കട്ടെ. ഒരുപാട് സന്തോഷം. ഓക്കെ, താങ്ക് യു.